ഹായ് ഫ്രണ്ട്സ്, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇനോ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ അപ്പം ഉണ്ടാക്കാം ഇന്ന്. ഇതിനു വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ ആവശ്യം പോലെ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇത് കലക്കിയെടുക്കാൻ ഈസി ആയിരിക്കും. ടോട്ടൽ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കട്ടിയാണെങ്കിലും അരച്ച് വരുമ്പോൾ ഇത് ലൂസായിരിക്കും. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഇത് നന്നായി പൊങ്ങി വരും. മിക്സ് ചെയ്ത മാവ് അടച്ചു വെക്കുക. ഈ മാവ് കലക്കി വെക്കുന്നത് രാത്രിയാണ്. രാവിലെ ഇനി അപ്പം ചുട്ടെടുക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിറയെ ബബിൾസ് എല്ലാം വന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. ഈ മാവ് സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈസ്റ്റോ ഇനോ ഒന്നും ചേർക്കാതെ തന്നെ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ കൂടുതൽ ചേർത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനി ഇത് സാധാരണ അപ്പം ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ ഇതുപോലെ പരന്ന പാത്രത്തിലാണ് ഇത് ഒഴിച്ചുണ്ടാക്കിയെടുക്കുന്നത്. നല്ല ചൂടായ പാനിലേക്ക് 1 തവി മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം ഇത് ചുട്ടെടുക്കാൻ. ഹോൾസ് വന്നതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ച് അപ്പം തിരിച്ചിടാതെ തന്നെ വേവിച്ചെടുക്കാം. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, നന്നായി വെന്തിട്ടുണ്ടാവും. ബാക്കിയുള്ള അപ്പവും കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും ഇത്. ബാക്കിയുള്ള അപ്പവും കൂടി ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈസ്റ്റും ഈനോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. രാത്രി ഇതുപോലെ മാവ് കലക്കി വെച്ചാൽ രാവിലെ ഈസിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാം. Okay friends, bye bye. Thank you for watching.